ഇപ്പോ പോറ്റിയെ കുറിച്ചാണല്ലോ വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നത്. അവിടെ പോറ്റിയെ കയറ്റിയത് LDF ഗവൺമെന്റും ആ ഗവൺമെന്റ് രൂപം കൊടുത്ത ദേവസ്വം ബോർഡും ഒക്കെയാണ് എന്നാണല്ലോ പ്രചരിപ്പിച്ചിരുന്നത്. പോറ്റി അവിടെ കയറുന്നത് 2004 എല്ലാവർക്കും വ്യക്തമായല്ലോ. 2004 ദേവസ്വം മന്ത്രി ആരായിരുന്നു? ഇന്നത്തെ കോൺഗ്രസിന്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ്. ആ കാലത്ത് കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ്, അതിന്റെ പ്രസിഡന്റ് പിന്നീട് കോൺഗ്രസ് വിട്ടിട്ടുണ്ടാവും. പക്ഷെ അന്ന് കോൺഗ്രസിന്റെ ആളാണല്ലോ. അന്നല്ലേ പോറ്റി ആദ്യമായിട്ട് അവിടെ കയറുന്നത്? അന്ന് തൊട്ടല്ലേ പോറ്റിക്ക് അവിടെ എല്ലാവിധ കളികളും കളിക്കാനുള്ള അവസരമൊരുക്കുന്നത്? ഇതെല്ലാം വിഷമമുണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുക, അതിനാണല്ലോ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം കോൺഗ്രസും UDFും സ്വീകരിച്ചത്. ഇവിടെ പോറ്റിയെ LDF നേതാക്കളോ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ? നാം ഓർക്കേണ്ടത് നമ്മുടെ ശബരിമല ആയി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സംഗമം, ആഗോള സംഗമം ദേവസ്വം ബോർഡ് നടത്തിയല്ലോ. അതിന് ബദൽ സംഗമം ചിലർ നടത്താൻ പുറപ്പെട്ടു. അത് പാളിപ്പോയി എന്നെല്ലാവർക്കും അറിയാം. വലിയ തോതിൽ ഭക്തരെ ആകർഷിച്ച, യഥാർത്ഥ ഭക്തർ പിന്താങ്ങിയ ഒരു പരിപാടിയായിരുന്നു ആ സംഗമം. ആ സംഗമത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിന്റെ ശോഭ കെടുത്തണം എന്ന ഉദ്ദേശത്തോടെ അതിന് തൊട്ടു മുൻപ് വലിയൊരു ആരോപണവുമായി ശബരിമലയിലെ സ്പോൺസർ എന്നവകാശപ്പെടുന്ന ഈ പോറ്റി രംഗത്ത് വന്നല്ലോ. ഓർമ്മയില്ലേ? ശബരിമലയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പീഠങ്ങൾ, ഞങ്ങൾ നൽകിയ പീഠം ഇപ്പോൾ അവിടെ ഇല്ല. അതെവിടെ പോയി? കട്ടുപോയി. ഇതല്ലേ പോറ്റി പരസ്യമായി പറഞ്ഞ കാര്യം? അത് എന്തിനായിരുന്നു? ശബരിമലയിൽ ഇത്തരത്തിൽ കളവ് നടന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ അതിന്റെ തൊട്ടു പിന്നാലെ വരുന്ന അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ പോറ്റി പുറപ്പെട്ടതാണല്ലോ. പോറ്റി ഇത് പറയേണ്ട താമസം ഏറ്റെടുക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവടക്കം കോൺഗ്രസും BJPയും എല്ലാം മത്സരിച്ച് രംഗത്ത് വന്നല്ലോ. സ്വാഭാവികമായും
ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിങ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു. കൃത്യം പീഠമുള്ള സ്ഥലത്ത് അവരെത്തി. പീഠം എവിടെയായിരുന്നു? പീഠം പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ. ആരെത്തിച്ചത്? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അപ്പോ ബോധപൂർവം നല്ല രീതിയിലുള്ള ബന്ധം നേരത്തെ തന്നെ രാഷ്ട്രീയമായുള്ള അവിശുദ്ധ ബന്ധം പോറ്റിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുണ്ട് എന്നുള്ളത് അതിനെ അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി പോറ്റിയിലൂടെ ഉപയോഗിക്കുകയായിരുന്നില്ലേ? വിജിലൻസ് അവിടെ നിർത്തിയില്ല, ദേവസ്വം ബോർഡും അവിടെ നിർത്തിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഒരു പ്രശ്നവും മറച്ചുവെക്കുന്ന പതിവ് കേരളത്തിലെ LDF സർക്കാരിനില്ല. ഓർമ്മയില്ലേ? ഞങ്ങള് അധികാരത്തിൽ വരുമ്പോ ആലുവക്കടുത്തുണ്ടായ ജിഷ എന്നായിരുന്നില്ലേ ആ കുട്ടിയുടെ പേര്? കൊലക്കേസ്. എന്തെല്ലാം വിചിത്രവാദങ്ങളായിരുന്നു ആ ഘട്ടത്തില്. അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UDF ഗവൺമെന്റ് അഴിച്ചുവിട്ടിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ശരിയായ ദിശയിൽ അന്വേഷണം നടന്നത്? അത് തുറന്ന് ഇങ്ങോട്ട് ഒരു കേസല്ല, നിരവധി കേസുകൾ, ഏറെക്കുറെ എല്ലാ കേസുകളും എത്ര ഫലപ്രദമായാണ് കേരളത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഒരു കുറ്റവാളിയും നിയമത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. അതാണ് നാം സ്വീകരിക്കുന്ന സമീപനം. അതിന്റെ ഭാഗമായാണ് ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ മറവിൽ നിൽക്കുന്ന കുറ്റവാളികളെ കയ്യോടെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. വലിയ മികവാണ് അത്തരം കാര്യങ്ങളിൽ പോലീസ് കാണിച്ചിട്ടുള്ളത്.